Welcome to ProfScale, HSA Natural Science. Yes, now we can start. Chapter wise, module wise, questions and discussions. നോക്കൂ, നാച്ചുറൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മളിതാ യൂട്യൂബ് വഴി പ്രൊവൈഡ് ചെയ്യുന്നു. വളരെ വൃത്തിയായിട്ട് ഓരോ ചാപ്റ്ററിലും വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്നു. ഇപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ വളരെ സിമ്പിളായി, വളരെ ലളിതമായി അടുത്ത എക്സാമിൽ ഒരു ഡിജിറ്റിൽ നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കാം. ഒരു ഡിജിറ്റ്, that is our aim, 1 digit, 1 to 9 enough. Okay, so we can start. First നോക്കൂ, സിലബസ് നമുക്കറിയാം, നിങ്ങൾക്കറിയാം, നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്. ആ സിലബസിനെ ബേസ് ചെയ്ത് എക്സ്പ്ലനേഷൻ ഇതാവൻ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഐ വിൽ ഗിവ് യു. നോക്കൂ, അപ്പോൾ നമ്മളിവിടെ വരുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. സൈറ്റോളജി നമുക്കറിയാം, അല്ലേ, സൈറ്റോളജി, കോശത്തെക്കുറിച്ചുള്ള പഠനമാണല്ലോ സൈറ്റോളജി. ആ സൈറ്റോളജിയിലെ മീൻസ് പ്രധാന ഭാഗങ്ങളാണ് വരുന്നത്. സൈറ്റോളജിയിൽ പ്രോകാരിയോട്സ് ഉണ്ട്, യൂകാരിയോട്സ് ഉണ്ട്. അവിടെ പ്ലാന്റ് സെല്ലുണ്ട്, അനിമൽ സെൽ, സസ്യകോശമുണ്ട്, ജന്തുകോശമുണ്ട്. നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് പരസ്പരം സംസാരിക്കാം, പരസ്പരം ഡിസ്കസ് ചെയ്യാം ആ ക്വസ്റ്റ്യനും ആൻസറും. ഒരു ആൻസർ പോരാ, എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് വെരിഫൈ ചെയ്യണം. 1. ബാക്ടീരിയയുടെ കോശഭിത്തി നിർമ്മിച്ച പദാർത്ഥം ഏത്? സെൽ വാൾ കോൺസ്റ്റിറ്റ്യുവൻ്റ് ഓഫ് ബാക്ടീരിയ. നമുക്കറിയാം ബാക്ടീരിയ എന്നുള്ളത് പ്രോകാരിയോട്ടാണ്. ഒന്ന്, എ സെല്ലുലോസ് ആണോ? യെസ് ഓർ നോ? അല്ല. എന്തുകൊണ്ട് അല്ല എന്ന് പറയണം? കാരണം സെല്ലുലോസ്, മക്കളെ, സെല്ലുലോസ് ആരുടേതാ? പ്ലാന്റിൻ്റെതാണ്, സസ്യകോശത്തിൻ്റെതാണ് സെല്ലുലോസ്. അപ്പോൾ ഇത് അല്ല ആൻസർ. കൈറ്റിൻ ആണോ? അല്ല. കൈറ്റിനും ഇവിടെ വരുന്നതാണോ? അല്ല. ചില സെൽസിൻ്റെ ഹയർ ക്ലാസ്സിൽ വരുന്ന സെല്ലിൻ്റെ സെൽവാളല്ലേ കൈറ്റിൻ, കൈറ്റിനസ് ലെയർ, ശരിയല്ലേ? അതിവിടെയാണോ? അല്ല. മുരീൻ, മുരാമിക് ആസിഡ്, മുരീൻ, ശരിയാണ്. ഇതാണ് നമ്മുടെ ആൻസർ. കൈറ്റിൻ പ്രധാനമായിട്ട് നമുക്കറിയാം ഫംഗസിലാണ് കൈറ്റിൻ. പോളിസാക്കറൈഡും കൈറ്റിനും ചേർന്ന സെൽവാളാണ് ഫംഗസിനുള്ളത്. അതുമല്ല. പിന്നെയുള്ളത് മുരീൻ, മുരാമിക് ആസിഡ് എന്ന് പറയും. പെപ്റ്റിഡോഗ്ലൈക്കൺ എന്ന കോമ്പൗണ്ടാണ് സെൽവാളിൻ്റെ ഘടകം. എന്താണ്? പെപ്റ്റിഡോഗ്ലൈക്കൺ. അതിൽ വരുന്നതാണ് എൻ അസറ്റൈൽ മുരാമിക് ആസിഡ്, എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ. ഇത് രണ്ടും, അതാണ് മുരീൻ എന്ന കെമിക്കൽ പദാർത്ഥം. ഓർത്തോളൂ, ഇതാണ് നമ്മുടെ ആൻസർ. ഹെമിസെല്ലുലോസ് എവിടെയാ? ഹെമിസെല്ലുലോസ് നമ്മുടെ കോളൻ കൈമ കോശങ്ങൾക്ക് സെൽവാളിൽ എന്ത് കാണാം? ഹെമിസെല്ലുലോസ് കാണാം. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? മുരീൻ. ഓർക്കുക, ഇത് ബാക്ടീരിയയിലുള്ളതാണ്. മുരീൻ എന്ന കോമ്പൗണ്ടിൽ ധാരാളം നമുക്ക് എന്തുണ്ട്? പെപ്റ്റിഡോഗ്ലൈക്കൺ. എന്താ ഉള്ളത്? പെപ്റ്റിഡോഗ്ലൈക്കാൺ. ഇതും ആൻസർ ആണ്. ഓക്കെ, ഇതിനകത്തെ കോമ്പൗണ്ടാണ് മുരീൻ. അപ്പോൾ ബാക്ടീരിയയുടെ കോശഭിത്തി നിർമ്മിച്ചത് ഈ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ഇതാണ്. നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നൺ ഓഫ് ദീസ് എഴുതിയാൽ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്, അതല്ലാതെ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. സോ ആൻസർ ഏതാണ്? നമ്മുടെ മുരീൻ എന്നതാണ് ആൻസർ. ഓക്കെ,
നെക്സ്റ്റ് സെക്കൻഡ്, ഫ്ലജല്ല ഇല്ലാത്ത ബാക്ടീരിയ പ്രോകാരിയോട്ടിലെ വളരെ സ്പെസിഫിക് ആയ മൈക്രോ ഓർഗാനിസമാണ്, സൂക്ഷ്മജീവിയാണ് ബാക്ടീരിയ. ചില ബാക്ടീരിയങ്ങൾ ചലിക്കണമെങ്കിൽ അവയ്ക്ക് ഫ്ലജല്ല വേണം. ഫ്ലജല്ല ഇല്ലാത്തവയ്ക്ക് ചലിക്കാൻ കഴിയില്ല നോർമലി. അപ്പോൾ ചലിക്കാൻ ഫ്ലജല്ല, ആ ഫ്ലജല്ലയുടെ എണ്ണമനുസരിച്ച് പേര് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? മോണോട്രൈക്കസ്. ബോഡിയിൽ ഒരു ഫ്ലജല്ല ഉള്ളതാണ് മോണോട്രൈക്കസ്. ലോഫോട്രൈക്കസ് ഒരു ബണ്ടിലായിട്ടുണ്ട്. പെരിട്രൈക്കസ് ബോഡിയിൽ മൊത്തമുണ്ട്. ഇവിടെ ഫ്ലജല്ല ഇല്ലാത്തത് നമ്മുടെ ആൻസർ കീ ഏതാണ്? എ ട്രൈക്കസ് എന്നാ. എന്താ പറയാ? എ ട്രൈക്കസ്. എന്താണ് എ ട്രൈക്കസ്? ബാക്ടീരിയ വിത്തൗട്ട് ഫ്ലജല്ല. ഫ്ലജല്ല ഇല്ലാത്തതാണ് ഏത്? എ ട്രൈക്കസ്. എന്താണ്? മോണോട്രൈക്കസ്, ലോഫോട്രൈക്കസ്, പെരിട്രൈക്കസ്. നോക്കൂ, മോണോട്രൈക്കസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലജല്ല. ലോഫോട്രൈക്കസ് എന്ന് പറയുന്നത് ഇതാ കുറേ ഫ്ലജല്ല ബണ്ടിലാണ്. പെരിട്രൈക്കസ് ബോഡിയിലാകമാനം എല്ലാ സ്ഥലത്തും ഇത്തരം ഫ്ലജല്ല കണ്ടാൽ അതിനെന്ത് പറയാ? പെരിട്രൈക്കസ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? എ ട്രൈക്കസ്. ബാക്ടീരിയ വിത്തൗട്ട് ഫ്ലജല്ല. ആൻസർ എ ട്രൈക്കസ്. എന്താ പറയാ? എ ട്രൈക്കസ്. ഇതാണ് ഫ്ലജല്ല ഇല്ലാത്ത ബാക്ടീരിയ. നോക്കൂ, ബാക്കിയുള്ളത് ഫ്ലജല്ല ഉള്ളതാണ്. നെക്സ്റ്റ്, ബാക്ടീരിയയിൽ ശ്വസന പ്രക്രിയയെ സഹായിക്കുന്ന ഭാഗം ഏത്? അപ്പൊ ചോദ്യം, ബാക്ടീരിയ ശ്വസിക്കുമോ? തീർച്ചയായിട്ടും ശ്വസിക്കും. നമ്മളെ പോലെയാണോ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയിൽ 2 ടൈപ്പ് ശ്വസനമുണ്ട്. എയ്റോബിക് ഉണ്ട്, അനൈറോബിക് ഉണ്ട്. വായു ശ്വസനമുണ്ട്, അവായു ശ്വസനമുണ്ട്. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എയ്റോബിക് ഉണ്ട്, അനൈറോബിക് ഉണ്ട്. ഇവിടെ കൊടുത്തതിൽ ആൻസർ ഏതാ? 1 മീസോസോം, 2 പ്ലാസ്മിഡ്, 3 റൈബോസോം, 4 പിലി. ഇതെല്ലാം ബാക്ടീരിയയിൽ കാണപ്പെടുന്ന ഭാഗങ്ങളാണ്. എന്താണ് പ്ലാസ്മിഡ്? ഇതിന്റെ ഉത്തരം പ്ലാസ്മിഡ് ആണ്. എന്താണ് പ്ലാസ്മിഡ്? പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ അറിയാം, ബാക്ടീരിയയുടെ പ്ലാസ്മാസ്തരം, കോശസ്തരത്തിൽ നിന്ന് ഉള്ളിലേക്കുള്ള മടക്കുകളെ, ഇത്തരം മടക്കുകളെയാണ് നമ്മൾ എന്ത് പറയാ? മീസോസോം എന്ന് പറയും. പ്ലാസ്മാസ്തരങ്ങൾ ഉള്ളിലേക്ക് മടങ്ങിയുണ്ടായ ഘടകമാണ്, സ്ട്രക്ചറാണ് മീസോസോം. ഇത് ശ്വസന പ്രക്രിയയെ സഹായിക്കുന്നു. ഇവിടെയാണ് ബാക്ടീരിയയുടെ വായു ശ്വസനം നടക്കുന്നത്. ചോദ്യം വരാം, ബാക്ടീരിയയുടെ വായു ശ്വസനം, എയ്റോബിക് റെസ്പിറേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ബോഡി പാർട്ട്. ഉത്തരം ആൻസർ ഏതു തന്നെ? മീസോസോം എന്ന് പറയും. ക്ലിയർ? ഇനി എന്തുകൊണ്ട് ഈ 3 ആൻസർ അല്ല? നോക്കൂ, എന്താണ് പ്ലാസ്മിഡ്? എന്താ പ്ലാസ്മിഡ്? എക്സ്ട്രാ ക്രോമസോമലായ ഡബിൾ സ്ട്രാൻഡഡ് സർക്കുലാർ ജനറ്റിക് മെറ്റീരിയൽ, അതായത് DNA-നെയാണ് നമ്മൾ എന്ത് പറയാ? പ്ലാസ്മിഡ് എന്ന് പറയും. പ്ലാസ്മിഡ് സാധാരണ രീതിയിൽ ജനിതക പദാർത്ഥം, ജനറ്റിക് മെറ്റീരിയൽ കാണപ്പെടുന്നത് എവിടെയാണ്? ക്രോമസോമിലാണ്. ഇത് ക്രോമസോമിന് വെളിയിൽ കാണുന്ന, അതാണ് എക്സ്ട്രാ ക്രോമസോമൽ. ഡബിൾ സ്ട്രാൻഡഡ് ആയ 2 ലെയറായ സർക്കുലറായ DNA ആണ്. ഇതിനെ നമുക്ക് എന്ത് പറയാ? ഈസ് കോൾഡ് പ്ലാസ്മിഡ് എന്ന് പറയും. ഇതും ബാക്ടീരിയയിലുണ്ട്. ഇത് ബയോടെക്നോളജി, നമുക്കറിയാം ജനിതകം, ബയോടെക്നോളജി, ജൈവ സാങ്കേതിക വിദ്യ, അതിനകത്ത് വെക്റ്റർ, കേരിയറായി ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ്, റൈബോസോമിന്റെ പ്രത്യേകത പ്രോകാരിയോട്ടിലും യൂകാരിയോട്ടിലും കാണപ്പെടുന്ന ഒരേ ഒരു ഓർഗനല്ലേ? ചോദ്യം വരാം, ഇതിനെ ബേസ് ചെയ്ത് ചോദ്യം വരാം. പ്രോകാരിയോട്ടിലും യൂകാരിയോട്ടിലും കാണപ്പെടുന്ന ഒരേ ഒരു ഓർഗനല്ലേ ആ ആൻസർ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം ആരാണ്? റൈബോസോമാണ്. മറ്റൊന്നും, ഏറ്റവും ചെറിയ
സെൽ ഓർഗനല്ലേ ഏറ്റവും ചെറിയ കോശാംഗം, അതിൻ്റെ ഉത്തരവും ഏതു തന്നെ റൈബോസോം എന്നാണ്. ആൻഡ് നാലാമത്തേത് പിലി. എന്താണ് പിലി? ബാക്ടീരിയ കോശത്തിൽ നിന്ന്, കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കാണപ്പെടുന്ന ഇലോങ്ങേറ്റഡ് ആയ ട്യൂബുലാർ സ്ട്രക്ചറാണ് ആര്? പിലി എന്ന് പറയും. എന്താ പേര്? പിലി എന്ന് പറയും. ഈ പിലി വഴിയാണ് ബാക്ടീരിയ അതിൻ്റെ ജനിതക പദാർത്ഥങ്ങളെ കൈമാറ്റം ചെയ്യുന്നത്. അത്തരം പിലിയെ സെക്സ് പിലി എന്ന് പറയാറുണ്ട്, ലൈംഗിക പിലി എന്ന് പറയും. ഓർക്കുക, ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? മീസോസോം. എന്തുകൊണ്ട് 3 അല്ല? അതിന്റെ ആൻസറും ക്ലിയർ. നെക്സ്റ്റ്, ഗ്രിഫിത്ത് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ. ഫ്രെഡറിക് ഗ്രിഫിത്ത് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ബാക്ടീരിയയിലെ പല പ്രവർത്തനങ്ങളെക്കുറിച്ചും പഠനം നടത്തി. ജനിതക ശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെന്റിലേക്ക് അത് നയിച്ചു. ബാക്ടീരിയൽ കോൺജുഗേഷൻ ആണോ? അല്ല. കോൺജുഗേഷൻ ഗ്രിഫിത്തിന്റെ സംഭാവനയല്ല. കോൺജുഗേഷൻ എന്ന് പറയുന്നത് 2 ബാക്ടീരിയങ്ങൾ, ഡോണറും അതേപോലെ റെസിപ്പിയന്റും തമ്മിലുള്ള കൂടിച്ചേരലാണ് ഏത്? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കോൺജുഗേഷൻ. ഇതാണ്, ഇതിനെയാണ് നമ്മൾ കോൺജുഗേഷൻ കനാല് ട്യൂബ് എന്ന് പറയുന്നു. ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷനാണ് ഫ്രെഡറിക് ഗ്രിഫിത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിന് പരീക്ഷണത്തിന് അദ്ദേഹം തിരഞ്ഞെടുത്തത് ന്യൂമോണിയയ്ക്ക് കാരണമായ ബാക്ടീരിയങ്ങളെ, ആരാണ്? ന്യൂമോണിയയ്ക്ക് കാരണമായ ബാക്ടീരിയങ്ങളെ അദ്ദേഹം എലികളിലേക്ക് കുത്തിവെക്കുകയാണ്. 2 ടൈപ്പ് ഉണ്ട്, ആർ എന്നും എസ് എന്നും, റഫായതും സ്മൂത്തായതും. ആ ഒരു പരീക്ഷണത്തിലൂടെ അദ്ദേഹം ട്രാൻസ്ഫോർമേഷൻ വളരെ കൃത്യമായി വിശദീകരിച്ചു. അപ്പോൾ ഫ്രെഡറിക് ഗ്രിഫിത്ത് വിശദീകരിച്ചത് ബാക്ടീരിയയുടെ ട്രാൻസ്ഫോർമേഷനാണ്. ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയുടെ ജനിതക പദാർത്ഥം മറ്റൊരു കേരിയറിലൂടെ വേറൊന്നിൽ എത്തിക്കുന്നതാണ് ആര്? ട്രാൻസ്ഡക്ഷൻ. അപ്പോൾ ഇവിടെയുള്ള ആൻസർ ഏതാണ്? ബി ആണ്. ബൈനറി ഫിഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഡിവൈഡ് ചെയ്യൽ മാത്രമാണ്. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട്. ആൻഡ് ദണ്ഡാകൃതിയിലുള്ള ബാക്ടീരിയങ്ങൾ അറിയപ്പെടുന്നത്, ഓർമ്മിക്കുക, ബാക്ടീരിയയുടെ ഷേപ്പ് ആകൃതി അനുസരിച്ച് 4 തരം ബാക്ടീരിയങ്ങൾ മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് പേര്? ചോദ്യം ദണ്ഡാകൃതിയാണ്. ദണ്ഡാകൃതി. എന്താണ് കോക്കസ് എന്നറിയാമോ? ഏതാണ്ട് ഇങ്ങനെ റൗണ്ടായ സ്പെരിക്കലായ ഇത്തരം ബാക്ടീരിയങ്ങളെ നമുക്ക് കോക്കസ് എന്ന് പറയും. അപ്പോൾ ആൻസർ ഇതല്ല. സ്പൈറില്ലം. എന്താ സ്പൈറില്ലം എന്ന് പറഞ്ഞാൽ? സ്പൈറൽ ആകൃതിയിലുള്ള ഇത്തരം ബാക്ടീരിയങ്ങളെ എന്ന് പറയാം? സ്പൈറില്ലം എന്ന് പറയും. ഇത് സ്പൈറൽ ആകൃതിയാണ്. അതും നമ്മുടെ ആൻസർ അല്ല. വിബ്രിയോ. എന്താ വിബ്രിയോ എന്ന് പറയുന്നത്? വിബ്രിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമാ ഷേപ്പ്. കോമാ ഷേപ്പായ ബാക്ടീരിയമാണ് വിബ്രിയോ. അപ്പോൾ ഇതും അല്ല ആൻസർ. ദെൻ ഒരേ ഒരു ആൻസറേ ബാക്കിയുള്ളൂ, അതാണ് ബാസില്ലസ്. എന്താ ബാസില്ലസ് മീൻസ്? ദണ്ഡാകൃതിയിലുള്ളത്, റോഡ് ഷേപ്പ്. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. ദണ്ഡാകൃതിയിലുള്ള ബാക്ടീരിയയെ ബാസില്ലസ് എന്ന് പറയുന്നു. വേറൊരു ചോദ്യം, സ്പെരിക്കലാകൃതിയിലുള്ള ബാക്ടീരിയങ്ങളെ, വൃത്താകൃതിയിലുള്ള ബാക്ടീരിയങ്ങളെ, ഗോളാകൃതിയിലുള്ള ബാക്ടീരിയങ്ങളെ കോക്കസ് എന്ന് പറയുന്നു. സ്പൈറലാകൃതിയിൽ, സ്പ്രിങ്ങിനാകൃതിയിലുള്ളത് സ്പൈറില്ലം. വിബ്രിയോ കോമാ ഷേപ്പ് ബാക്ടീരിയ, എന്താ പേര്? വിബ്രിയോ. അത് കോമാ ഷേപ്പാണ്, വിബ്രിയോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? ബാസില്ലസ്. നെക്സ്റ്റ്, താഴെ കൊടുത്തവയിൽ ബാക്ടീരിയ രോഗമല്ലാത്തത് ഏത്? നമുക്കറിയാം, സൂക്ഷ്മജീവിയായ ബാക്ടീരിയയ്ക്ക് കുറെ ഹാംഫുള്ളും യൂസ്ഫുള്ളുമായ ഇഫക്റ്റ് ഉണ്ട്. ഉപകാരവും ഉപദ്രവകരവുമായ പ്രവർത്തനങ്ങൾ ബാക്ടീരിയയ്ക്കുണ്ട്. രണ്ടുമുണ്ട്, ബെനിഫിഷ്യലുണ്ട്, ഹാംഫുള്ളുണ്ട്. ഇവിടെ രോഗമാണ് ചോദിച്ചത്. ബ്ലൈറ്റ് ഓഫ് പാഡി.
ബാക്ടീരിയന്റെ അല്ലാത്തതാണ്. ബ്ലൈറ്റ് ഓഫ് പേഡി ഏതാണ്? ബാക്ടീരിയ രോഗമാണ്. നെല്ലിന് വരുന്ന മുഞ്ഞരോഗം പോലുള്ളത് അതേതാണ്? ബാക്ടീരിയ രോഗമാണ്. അപ്പോൾ ഇതല്ലല്ലോ ആൻസർ. ഇതിന്റെ ആൻസർ ഇതല്ല, ഇത് ആൻസർ അല്ല. ടുബാക്കോ മൊസൈക്ക് ഡിസീസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. വളരെ വളരെ കോമൺ ആയി TMV എന്നാണ് അറിയപ്പെടുന്നു. ടുബാക്കോ മൊസൈക്ക് ഡിസീസ്. അതിന്റെ കാരണം ആരാണ്? വൈറസ് ആണ്. ഇപ്പൊ ബാക്ടീരിയ രോഗമല്ലാത്തത് ഇതാണ്. ഈ രോഗത്തിന്റെ കാരണം ആരാണ്? വൈറസ് ആണ്. ചോദ്യം വന്നു. ടുബാക്കോ മൊസൈക്ക് രോഗത്തിന്റെ കാരണം രോഗകാരി ആരാണ്? വൈറസ് ആണ് രോഗകാരി. ചോദ്യം തിരിച്ചെഴുതാം. അവിടുന്ന് വീണ്ടും ചോദ്യം വന്നു. സിട്രസ് കേങ്കർ സാന്തോമോണാസ് സിട്രൈ എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. അപ്പോൾ ഇതല്ല. ആരാണ്? സാന്തോമോണാസ് സിട്രൈ. സോഫ്റ്റ് റോട്ട് ഓഫ് ക്യാരറ്റ് ഇതും ആരാണ്? ബാക്ടീരിയയാണ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? ടുബാക്കോ മൊസൈക്ക് വൈറസ്. ടുബാക്കോ മൊസൈക്ക് ഡിസീസ് ആണ്. രോഗകാരി വൈറസ് ആണ്. അപ്പോൾ തിരിച്ചും വന്നു 4 ക്വസ്റ്റ്യൻ വേറെയും കിട്ടി. ദാറ്റ് ഈസ് ഡിസീസ്. സ്വതന്ത്രമായി മണ്ണിൽ ജീവിച്ച് നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്ന ബാക്ടീരിയം. വല്ലാത്ത ക്വസ്റ്റ്യനാ, പേടിക്കണ്ട, ലളിതമാക്കാം. നോക്കൂ, പല ടൈപ്പ് ബാക്ടീരിയങ്ങളുണ്ട്. നമ്മുടെ നാവിൽ വളരെ സ്വരിചിതമായി ഉള്ള വാക്കുകളാണ്. അസറ്റോബാക്ടർ, റൈസോബിയം, സ്യൂഡോമോണാസ്, തയോബാസില്ലസ്. ചോദ്യം എന്താണെന്നറിയോ? മണ്ണിൽ സ്വതന്ത്രമായി ജീവിച്ച് നൈട്രജൻ സ്ഥിരീകരണം. ഇതൊക്കെ ഇതിൽ അസറ്റോബാക്ടറും റൈസോബിയവും നൈട്രജൻ സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ടതാണ്. ഇതും നൈട്രജൻ സൈക്കിളിലുണ്ട്. അപ്പൊ മണ്ണില് സ്വതന്ത്രമായി നോക്കണം, മണ്ണിൽ ജീവിച്ച് സ്വതന്ത്രമായി ജീവിച്ച് നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്നു. ഇതിന്റെ ആൻസർ ആരാണ്? അസറ്റോബാക്ടർ ആണ്. അസറ്റോബാക്ടർ. റൈസോബിയം മണ്ണിൽ സ്വതന്ത്രമായി ജീവിക്കും, പക്ഷേ അത് നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്നത് സ്വതന്ത്രമായിട്ടല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ട് പയർ. ആ പയറിന്റെ വേരിലാണ് ഇത് നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്നത്. അപ്പോൾ ഇൻഡിപെൻഡന്റ് അല്ല, സ്വതന്ത്രമായിട്ടല്ല. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ആണത്. അത് തനിച്ചല്ല. സ്യൂഡോമോണാസും തയോബാസില്ലസും ഇത് രണ്ടും അന്തരീക്ഷത്തിലേക്ക് നൈട്രജൻ കൊടുത്തു വിടുന്നതാണ്, സ്ഥിരീകരണമല്ല. മണ്ണിലെ നൈട്രജൻ സ്ഥിരീകരിക്കല്ല. മണ്ണിലുള്ള നൈട്രജനെ ഡീനൈട്രിഫിക്കേഷൻ വഴി അന്തരീക്ഷത്തിലേക്ക് നൈട്രജൻ എത്തിക്കുന്നതാണ് ആര്? സ്യൂഡോമോണാസും തയോബാസില്ലസും. അപ്പോൾ ഉത്തരം ഏതു മാത്രം? അസറ്റോബാക്ടർ. ഇത് രണ്ടും സ്ഥിരീകരണമാണ്, ഇത് സ്വതന്ത്രമാണ്. ഇത് സ്വതന്ത്രമല്ല. പയറിന്റെ വേരിൽ താമസിച്ച് നൈട്രജൻ സ്ഥിരീകരണം നടത്തും. ഇതിൽ വേറൊരു ചോദ്യം, അന്തരീക്ഷത്തിലെ നൈട്രജന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ബാക്ടീരിയങ്ങൾ. ഇതും വർദ്ധിപ്പിക്കും. മണ്ണിലെ നൈട്രജന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ബാക്ടീരിയങ്ങൾ. ഇതും വർദ്ധിപ്പിക്കും. സ്വതന്ത്രമായി എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? അപ്പോൾ അസറ്റോബാക്ടർ മാത്രം. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്ക് എന്താണ് ഗ്രാം പോസിറ്റീവ്, എന്താണ് ഗ്രാം നെഗറ്റീവ്? ക്രിസ്ത്യൻ ഗ്രാം എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ബാക്ടീരിയങ്ങളുടെ കോശങ്ങളെക്കുറിച്ച് പഠനം നടത്തി അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ ചില സ്റ്റെയിൻ, നിറങ്ങൾ, വർണ്ണവസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ ചില ബാക്ടീരിയങ്ങൾ ആ സ്റ്റെയിനിനെ സ്വീകരിച്ചു. അതിനെ ഗ്രാം പോസിറ്റീവ്. നിറങ്ങൾ സ്വീകരിക്കാത്തതാരാ? ഗ്രാം നെഗറ്റീവ് എന്ന് കണ്ടെത്തി. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതിൽ ചോദ്യം ഗ്രാം പോസിറ്റീവ് ഏതാണ്? 1 എസ്കറീഷ്യ കൊളായി. ഈ കോളി ഇതെന്താണ്? ഗ്രാം നെഗറ്റീവാണ്. ഈ കോളി എന്ന് പറയുന്നത് ഗ്രാം നെഗറ്റീവാ. അപ്പോൾ ഇതെന്തല്ല? ആൻസർ അല്ല. ഓസില്ലറ്റോറിയ അതും ഏതാണ്? നെഗറ്റീവാണ്. നോസ്റ്റോക്ക് നെഗറ്റീവാ. അപ്പോൾ നമുക്ക് ഏത് മാത്രമേ ഉള്ളൂ?
ആക്ടിനോമൈസെറ്റസ് എന്ന് പറയും. എന്താ പേര്? ആക്ടിനോമൈസെറ്റ് അഥവാ മൈസെറ്റുകൾ. സംശയം വരും കുട്ടികൾക്ക്. കാരണം മൈസെറ്റ്സ് എന്ന് പറയുമ്പം പൊതുവെ ഫംഗസിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഫംഗസ് ആണ്. ഡിറ്ററോമൈസെറ്റസ്, ആക്നോമൈസെറ്റസ്, അല്ലേ? ഒക്കെ മൈസെറ്റസ് ആണ് വരുന്നത്. പക്ഷെ ഇതിന് പേര് വരാൻ ഒരു കാരണമുണ്ട്. ഇത് പ്രിമിറ്റീവായ ടൈപ്പ് ബാക്ടീരിയങ്ങളാണ്. ഇവർ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ കൊണീഡിയ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നു. ഇതിൽ വരുന്നതെല്ലാം ഏതാണ്? ഗ്രാം പോസിറ്റീവ് ആണ്. ഇതിനൊരു എക്സാമ്പിൾ ആണ് ഫ്രാങ്കിയ. ആരാണ്? ഫ്രാങ്കിയ. ഇതിനകത്ത് വരുന്ന ഒരു മെമ്പറാണ്. ആക്ടിനോമൈസെറ്റസിൽ വരുന്ന ഒരു മെമ്പറാണ്, ഒരു ബാക്ടീരിയ ആണ് ആര്? ഫ്രാങ്കിയ. ഓർമ്മിച്ചോളൂ, ഗ്രാം പോസിറ്റീവിന് എക്സാമ്പിൾ. ബാക്ടീരിയ ഫ്ലജല്ലയുടെ നീളം കൂടിയ ഭാഗം. അപ്പോൾ ഓർക്കുക, ബാക്ടീരിയയുടെ ഫ്ലജല്ല, ബാക്ടീരിയ കോശത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങളാണ് ഫ്ലജല്ല, പിലി, ഓർക്കുന്നുണ്ട്, ഫിംബ്രിയെ, പലതുണ്ട്. അപ്പോൾ ഫ്ലജല്ലയുടെ നീളം കൂടിയ ഭാഗം, ബാക്ടീരിയ ഫ്ലജല്ലയ്ക്ക് പ്രധാനമായി 3 ഭാഗങ്ങൾ. 1 ബേസൽ ബോഡി, 2 ഹുക്ക്, 3 ഫിലമെന്റ്. പിലി എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഓർഗനാണ്. ഇത് ആൻസർ അല്ല. നേരത്തെ പറഞ്ഞു, ബേസൽ ബോഡി ഏറ്റവും അടിയിലുള്ളതാണ്. ഫിലമെന്റ് അതാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ലോങ്ങസ്റ്റ് നീളമുള്ളതാരാണ്? ഫിലമെന്റ് ആണ്. ബാക്ടീരിയ ഫ്ലജല്ലയുടെ നീളം കൂടിയ ഭാഗം. ആൻസർ ഏതാണ്? പറയൂ. ഫിലമെന്റ്. ആൻസർ ഏതാ? ഫിലമെന്റ്. യെസ്. നെക്സ്റ്റ്, പ്രോകാരിയോട്ട്. റൈബോസോമുകളുടെ 2 സബ് യൂണിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, റൈബോസോമുകൾ പ്രോകാരിയോട്ടിലും യൂകാരിയോട്ടിലും ഉണ്ട്. രണ്ടിലും കാണപ്പെടുന്ന ഒരേ ഒരു കോശാംഗം ഏതാണ്? റൈബോസോമുകൾ. ഏതാണ്? റൈബോസോമുകൾ. എന്താ ചോദ്യം? പ്രോകാരിയോട്ട് ആൻഡ് യൂകാരിയോട്ട് കോശങ്ങളിൽ പൊതുവെ കാണപ്പെടുന്ന കോശാംഗം ഏത്? ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അതേതാണ്? റൈബോസോം. റൈബോസോം അതാണ്. ഏതാണ്? ഓർക്കുക, റൈബോസോം. പക്ഷേ പ്രോകാരിയോട്ടിലും യൂകാരിയോട്ടിലും 2 ടൈപ്പ് റൈബോസോം അല്ലേ? രണ്ടിലും ഒരേ ആണെങ്കിലും അതിന്റെ നാച്ചുറൽ സ്വഭാവത്തില്, സൈസില്, ടൈപ്പില് വ്യത്യാസമുണ്ട്. പ്രോകാരിയോട്ടും അതേപോലെ യൂകാരിയോട്ടും. നോക്കൂ, പ്രോകാരിയോട്ടിലെ റൈബോസോമിന്റെ സൈസ് എത്രയാണ്? പ്രോകാരിയോട്ടില് 80s എന്ന് പറയാറുണ്ട്. സോറി, പ്രോകാരിയോട്ടില് കട്ട് ചെയ്യണേ. പ്രോകാരിയോട്ടില് റൈബോസോം 70s യൂകാരിയോട്ടില് 80s. 70sന്റെ 2 സബ് യൂണിറ്റ് ആണ് 50 and 30. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? 50s and 30s. എസ് എന്ന് പറഞ്ഞാൽ സഡ്ബർഗ് യൂണിറ്റ്. എന്താ? സഡ്ബർഗ് യൂണിറ്റ്. അതാണ് 70s. എന്നാൽ 80s അതാണോ? അല്ല. 80s പറയുന്നത് നോക്കൂ, അതാരിലാ ഉള്ളത്? യൂകാരിയോട്ടിലാ. 80s ആർക്കാ ഉള്ളത്? യൂകാരിയോട്ടിലാ. അപ്പൊ ഇവിടുത്തെ ആൻസർ ആരാണ്? 50 + 30 എന്ന് പറയുന്ന 70s. നോക്കൂ, 50 and 30, 60 + 40 ആണ് ആരില് വരുന്നത്? യൂകാരിയോട്ടിൽ വരുന്ന 80s. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? 50 + 30. ഇതിന്റെ വേറൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ നമ്മുടെ HSAക്ക് വന്നിരുന്നു. 22 ഫെബ്രുവരിയിൽ നടന്ന HSAക്ക് വേറൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഓർക്കുക, വളരെ നല്ല ക്വസ്റ്റ്യൻ ആണിത്. സബ് യൂണിറ്റുകളും അതിന്റെ ടൈപ്പും പേരുകളും ആരുടെ? റൈബോസോം. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ ബേസൽ ബോഡിയിൽ കാണുന്ന റിങ്ങുകൾ ഏവ? ഗ്രാം നെഗറ്റീവ്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. LSP, ലിപ്പോ പോളിസാക്കറൈഡ്, പെപ്റ്റിഡോഗ്ലൈക്കൺ, SM എന്ന് പറയുന്ന 4 റിംഗ് ആണുള്ളത്. ഗ്രാം നെഗറ്റീവിന് 4 റിംഗ്, പോസിറ്റീവിന് 3 റിംഗേ ഉള്ളൂ. അപ്പോൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ ബേസൽ ബോഡിയിൽ എത്ര റിങ്ങുകളാണ് ഉള്ളത്? 4 റിങ്ങുകൾ. ഫ്ലജല്ലയുടെ ബേസൽ ബോഡിയിൽ 4 റിങ്ങുകളാണുള്ളത്. L ഏറ്റവും അടിയിലുള്ളത്.
ലിപ്പോ പോളിസാക്കറൈഡ്, പി പെപ്റ്റിഡോഗ്ലൈക്കൺ, എസ് എന്ന് പറയുന്നത് രണ്ടിനിടയിലുള്ളത്, എം എന്ന് പറയുന്നത് അരലാണ് മെംബ്രെയിനിലുള്ളത്. ഇങ്ങനെ 4 ലെയേഴ്സ് ആണ് ഗ്രാം നെഗറ്റീവിനുള്ളത്. പോസിറ്റീവിന് ഓൺലി 3 മാത്രമേ ഉള്ളൂ. അതാണ് LSP എന്ന് പറയുന്നത്. ഇവിടെ ഏതാണ് 3 അല്ല 4 എണ്ണമുണ്ട് ബാക്ടീരിയയുടെ സെൽവാളിൽ. യെസ്, ജൈവ കീട നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവി ഏത്? ജൈവ കീട നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവി ഏതാണ്? പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ബാക്ടീരിയയാണ്. ഏതാ ഉപയോഗിക്കുക? ബാക്ടീരിയ. കൂടുതലും ഉപയോഗിക്കുന്നത് ബാക്ടീരിയ. ആ ബാക്ടീരിയയിൽ നിന്നാണ് ആദ്യത്തെ നമ്മുടെ ബയോപെസ്റ്റിസൈഡ് നിർമ്മിച്ചിരിക്കുന്നത്. യെസ്, ജൈവ കീടനാശിനിയായി വ്യാവസായിക ഉൽപാദനത്തിന് വേണ്ടി ആദ്യമായി ഉപയോഗിച്ച സൂക്ഷ്മജീവി, ബയോപെസ്റ്റിസൈഡിന്റെ നിർമ്മാണത്തിന് ആദ്യമായി ഉപയോഗിച്ച സൂക്ഷ്മജീവി ഏത്? 1 അസോള പിന്നാറ്റ. അല്ല, അസോള പിന്നാറ്റ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അതെന്തായിരുന്നു? അതൊരു ടെറിഡോഫൈറ്റ് ആണ്, ഫേണാണ്. ബസില്ലസ് തുറിഞ്ചിയൻസിസ്, ഇതാണ് ആൻസർ. ഇവിടെ നിന്ന് നിർമ്മിക്കുന്ന കീടനാശിനിയാണ് BT എന്നറിയപ്പെടും. ബസില്ലസ് തുറിയൻജനസിന്റെ ഷോർട്ട് ഫോമാണ് BT എന്ന് പറയും. ഇത് ഒരു പ്രത്യേകമായ പ്രോട്ടീനാണ്. ഈ പ്രോട്ടീനെ മറ്റ് ഓർഗനിസങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ടെക്നോളജി, ജൈവ സാങ്കേതിക വിദ്യ വഴി കടത്തിവിടാം. അങ്ങനെ കടത്തിവിട്ടാൽ അവയ്ക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകും, കീട നിയന്ത്രണ ശേഷി ഉണ്ടാകും. അങ്ങനെ നിർമ്മിച്ച ധാരാളം ജൈവ പെപ്റ്റിസൈഡ്, ഇത് ചേർത്തുണ്ടാക്കിയ ബയോപെപ്റ്റൈഡ് ഉപയോഗിച്ചുണ്ടാക്കിയ ഓർഗനിസങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് വളരെ പരിചിതമായത് BT കോട്ടൺ, BT ബ്രിഞ്ചോൾ, BT പൊട്ടറ്റോ, BT ടൊമാറ്റോ എക്സെട്ര. ഇവയ്ക്കൊക്കെ നമ്മുടെ പല ഇൻസെക്റ്റുകളായ പെസ്റ്റുകളെയും നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. ലെപ്പിഡോപ്റ്റിറൻ, കൊളിയോപ്റ്റിറൻ, ഡിപ്റ്റിറൻ എന്ന് പറയുന്ന പ്രധാന പെസ്റ്റ് കീടങ്ങളെ നിയന്ത്രിക്കാം. അപ്പോൾ ആ കീടങ്ങളെ നശിപ്പിക്കാനുള്ള പ്രോട്ടീനുകൾ ഇവയുടെ ശരീരത്തിൽ നിർമ്മിച്ചു. അത് ഈ ബാക്ടീരിയയിൽ നിന്ന് ഇത്തരം പ്ലാന്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. സോ BT എന്ന പേരിൽ അറിയപ്പെട്ടു. വൈറസിന്റെ ജനിതക പദാർത്ഥം ഓർക്കുക, വൈറസ് സൂക്ഷ്മജീവിയാണ്. എന്നാൽ ഒരു കിങ്ഡത്തിലും ഇല്ല, 5 കിങ്ഡത്തിലും വൈറസ് ഇല്ല. കാരണം വൈറസ് ചിലപ്പോൾ ജീവൻ ഉള്ളതാണ്, അല്ലെങ്കിൽ ജീവൻ ഇല്ലാത്തതാണ്. രണ്ടുമാണ് വൈറസ്. വൈറസിന് ലിവിങ് ക്യാരക്ടർ ഉണ്ട്, നോൺ ലിവിങ് ക്യാരക്ടർ ഉണ്ട്. അതുകൊണ്ട് വൈറസ് ഒരു കിങ്ഡത്തിലുമില്ല. ചോദിക്കാം, വൈറസിനെ 5 കിങ്ഡത്തിൽ ഏത് കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി? ഉത്തരം ഒന്നിലും ഇല്ല. ഇവിടുത്തെ ചോദ്യം, വൈറസിന്റെ ജനിതക പദാർത്ഥം ഏത്? DNA ആവാം, RNA ആവാം, ന്യൂക്ലിയോയിഡ് ആവില്ല. അപ്പോൾ ആൻസർ ഏതാണ്? A or B, രണ്ടും കൂടെ വരില്ല. ഐദർ RNA or DNA. ഇതാണ് വൈറസിന്റെ ജനിതക പദാർത്ഥം, ജനറ്റിക് മെറ്റീരിയൽ ഓഫ് വൈറസ്. വൈറസിന്റെ പ്രോട്ടീൻ കോട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ വൈറസിന് ബോഡി, ശരീരഘടന എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ കോട്ടും അതിനുള്ളില് ജനിതക പദാർത്ഥവുമാണ്. വൈറസിന്റെ ഘടന പൊതുവെ ഒരു പ്രോട്ടീൻ കോട്ടും അതിനകത്ത് ജനിതക പദാർത്ഥവുമാണ്. ആ പ്രോട്ടീൻ കോട്ട് അറിയപ്പെടുന്നത് ക്യാപ്സിഡ് എന്നാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം വളരെ ലളിതമല്ലേ? നോക്ക്, എന്തൊരു ലളിതമാണ് ചോദ്യങ്ങൾ. ഇത്തരം ചോദ്യമാണ് നിങ്ങളെ മുന്നിലേക്ക് HSIക്ക് വരാൻ പോകുന്നത്. വൈറസിന്റെ പ്രോട്ടീൻ കോട്ട് എന്താ അറിയപ്പെടുന്നത്? ക്യാപ്സിഡ് എന്നാണ്. ആ ക്യാപ്സിഡ് നിർമ്മിക്കപ്പെട്ട ഘടകങ്ങൾ, യൂണിറ്റുകളാണ് ക്യാപ്സോമിയർ. അപ്പൊ ചോദ്യം കിട്ടി, ക്യാപ്സിഡുകൾ നിർമ്മിക്കപ്പെട്ട ഘടക യൂണിറ്റുകൾ ആരാണ്? ക്യാപ്സോമിയർ.
ക്രിസ്റ്റ നമുക്കറിയാം ഇൻഫോൾഡിംഗ് ആണ്. മീസോസോം ഉൾമടക്കുകളാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? ക്യാപ്സിഡ് എന്ന് പറയുന്നു. ക്യാപ്സോമിയർ പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചു. താഴെ കൊടുത്തതിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? വളരെ വളരെ സിമ്പിൾ. മുണ്ടിനീര്, മംസ് എന്ന് പറയും. ഇത് ആരാണ്? വൈറസ് ആണ്. ജലദോഷം, കോമൺ ഫ്ലൂ, ഇതും ആരാണ്? വൈറസാ. പക്ഷേ ക്ഷയം വൈറസ് അല്ല, ട്യൂബർക്കിൾ ബാസില്ലസ് അല്ലേ? ഇതാരാണ്? ഇത് ബാക്ടീരിയയാണ്. ഹെർപ്പിസ്, ഇതും വൈറസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ സെറ്റ് ശരിയല്ല. എന്തുകൊണ്ട്? അവിടെ ബാക്ടീരിയ രോഗമായ ക്ഷയം ഉള്ളത് കൊണ്ട്. ജലദോഷം വൈറസ് ആണ്. കുഷ്ഠം ഇതാരാണ്? ബാക്ടീരിയ ആണ്. ഇതും ആരാ? വൈറസ്. ഇതും വൈറസ്. അതുകൊണ്ട് ഒന്നും എയും ബിയും ആൻസർ അല്ല. വസൂരി വൈറസ് ആണ്. ക്ഷയം ബാക്ടീരിയ. ജലദോഷം വൈറസ്. കോളറ, വിബ്രിയോ കോളറ ബാക്ടീരിയ, അതുമല്ല. ഹെർപ്പിസ് വൈറസ്. മുണ്ടിനീര് വൈറസ്. വസൂരി വൈറസ്. ഗോളടിച്ചു, അടിച്ചു. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? ഡി. ഓപ്ഷൻ ഡി ആ. ഇത് 4ഉം വൈറസാ. ബാക്കിയുള്ളതിൽ എന്തുണ്ട്? ബാക്ടീരിയ രോഗമുണ്ട്. എത്ര ലളിതം. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. സസ്യങ്ങൾക്ക് രോഗമുണ്ടാക്കുന്ന വൈറസിന്റെ ജനിതക പദാർത്ഥം ഏത്? നമ്മൾ പഠിച്ചു വൈറസിന് RNA ഓർ DNA. RNA ഓർ DNA. RNA പൊതുവെ സിംഗിൾ സ്ട്രാൻഡും DNA ഡബിൾ സ്ട്രാൻഡുമാണ്. ഇവിടെ പ്ലാന്റ്സിന് രോഗമുണ്ടാക്കുന്ന വൈറസ് സിംഗിൾ സ്ട്രാൻഡഡ് RNA. എന്താണ്? സിംഗിൾ സ്ട്രാൻഡഡ്. എന്നാൽ അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം അതാ. ഇവിടെ ചോദ്യം മാറ്റുക. ജന്തുക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഡബിൾ സ്ട്രാൻഡഡ് RNA ആവാം, അല്ലെങ്കിലോ ഡബിൾ സ്ട്രാൻഡഡ് DNA ആവാം. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം സസ്യങ്ങൾക്ക് രോഗമുണ്ടാക്കുന്ന വൈറസിന്റെ ജനിതക പദാർത്ഥം സിംഗിൾ സ്ട്രാൻഡഡ് RNA. ടുബാക്കോ മൊസൈക്ക് വൈറസ്, ടൊമാറ്റോ മൊസൈക്ക് വൈറസ്, ടർണിപ്പ് മൊസൈക്ക് വൈറസ്, ഈ പറഞ്ഞ 3 വൈറസിന്റെയും അതായത് സസ്യരോഗങ്ങളാണ് ജനിതക പദാർത്ഥം ആരാണ്? sRNA. S മീൻസ് സിംഗിൾ സ്ട്രാൻഡഡ് RNA. TMVയുടെ ജനിതക പദാർത്ഥം ആരാണ്? സിംഗിൾ സ്ട്രാൻഡഡ് RNA, sRNA, ടുബാക്കോ മൊസൈക്ക് വൈറസ്. ഓക്കെ, അപ്പൊ ഇത്രയും ലളിതമായി നമുക്ക് ബയോളജിയുടെ ഓരോ ചാപ്റ്ററിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വളരെ കണിശമായി, വളരെ കൃത്യമായി, ലളിതമായി നിങ്ങൾക്ക് തരുന്നു. വളരെ വളരെ സ്പെസിഫിക് ആണ്. ഓരോ ചാപ്റ്ററിലും കൃത്യമായിട്ട് ചാപ്റ്ററിന്റെ ഡെസ്ക്രിപ്ഷൻസ്, വിശദീകരണം തരുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾക്കിതാ ക്വസ്റ്റ്യൻസ് തരുന്നു. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ട്, ലൈവ് ഡിസ്കഷൻ ഉണ്ട്. വളരെ നേരത്തെ തുടങ്ങി ചിട്ടയോടെ പഠിച്ചാൽ HSA ബയോളജിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ 1 ഡിജിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. അതിനുവേണ്ടി പ്രബ് സ്കെയിൽ വളരെ നേരത്തെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. എല്ലാം വളരെ കൃത്യമായി ക്രോഡീകരിച്ച് ചിട്ടയോടുകൂടി പ്രബ് സ്കെയിൽ നിങ്ങൾക്ക് വേണ്ടി HSAന്റെ ക്ലാസുകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. കഴിഞ്ഞ HSAയിൽ ധാരാളം ഉദ്യോഗാർത്ഥികൾ കയറി പല ജില്ലകളിലും ഫസ്റ്റ് റാങ്ക് വരെ നേടാൻ കഴിഞ്ഞു. പ്രബ് സ്കെയിലിലൂടെ ആ പരീക്ഷ എഴുതാൻ പോയ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ തുടർച്ചയായി നിങ്ങളും എല്ലാ ജില്ലകളിലും ഫസ്റ്റ് റാങ്ക് വാങ്ങി നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആക്കുവാൻ പ്രബ് സ്കെയിലിൻ്റെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യൂ. അടുത്ത വീഡിയോയിൽ, അടുത്ത സെഷനിൽ മറ്റൊരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യനുമായിട്ട് കാണാം. താങ്ക് യു. വെൽക്കം.